ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. നമ്മൾ നാർസിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ കുറെ ടൂറിനൊക്കെ പോയതുകൊണ്ടാണ് അതിനകത്തൊരു ഇച്ചിരി നീണ്ടുപോയത്. ഒരു 1-2 വീഡിയോസ് കൂടെ എനിക്ക് അതിനെക്കുറിച്ച് ഇടാനുണ്ട്. അപ്പൊ അതാണ് നീണ്ടുപോയതിന്റെ കാരണം. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായല്ലോ എന്താണ് നാർസിസിസം, അത് നാർസിസിസ്റ്റിക് ബിഹേവിയർ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു രൂപം കിട്ടിയില്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ ഇതിനെ കാണുകയാണെങ്കിൽ നാർസിസിസം എന്താണെന്നും കൂടെ ഒന്നുകൂടി പറഞ്ഞേക്കാം. ഒരാൾക്ക് തന്നോട് തന്നെ അമിതമായിട്ടുള്ള ഒരു സെൽഫ് സെന്റേർഡ്നെസ് അല്ലെങ്കിൽ ഒരു ആരാധന, തന്നെത്താനെയുള്ളൊരു ആരാധനയാണ്. താൻ വലിയവനാണ്, തന്നെക്കാൾ വലുതായിട്ട് വേറെ ആരുമില്ല, എല്ലാ പുകഴ്വും തനിക്ക് തന്നെ വേണം എന്നൊക്കെയുള്ളൊരു വിചാരമുള്ള ഒരാള്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരോട് പ്രതികാരവും അസൂയയും എല്ലാം നിറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ്, സെൽഫ് സെന്റേർഡ്നെസ് ആണ് ഈ നാർസിസിസ്റ്റുകളിൽ കാണുന്നത്. ആ നിലനിൽപ്പിന് വേണ്ടി അവർ എന്തും ചെയ്യും. അവർക്ക് എമ്പതി എന്ന് പറയുന്ന ഒരു ശകലം പോലും ഇല്ല, ദൈവം കരുണയൊന്നും അന്നേരം ഇല്ല. കാരണം അവര് എങ്ങനെയാണേലും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കാര്യം സാധിച്ചെടുക്കും. അങ്ങനെയുള്ള നേച്ചർ ഉള്ളവരാണ് ഈ നാർസിസിസ്റ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുമായിട്ട് ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ഇത്തിരി പാവമാണ്, ഈൽഡ് ചെയ്യുന്നവരാണ്, മറ്റുള്ളവരോട് ദൈവം കരുണയും ഉള്ളവരാണെങ്കിൽ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, അവര് നമ്മളെ ചൂഷണം ചെയ്ത് കൊല്ലും. അവരുടെ പാർട്ട്ണറിനെ അടിച്ചമർത്തി അവരുടെ കൺട്രോളിൽ അങ്ങ് വെച്ചിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സംഭവമാണ്. അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. ഈ 21ാം നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോ എന്ന്. സാമാന്യം നല്ലൊരു ഫാമിലി കേരളത്തിലായിരുന്നു. ഭാര്യയും ഭർത്താവും 2 കുട്ടികളും. ഭാര്യ നേഴ്സാണ്, ഭർത്താവിനും സാമാന്യം നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്. ഏത് കുട്ടിയെയും പോലെ ഈ പെൺകുട്ടിയും അല്ലെങ്കിൽ ഈ യുവതിയും കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചു. ഹസ്ബൻഡിനെ വലിയ സ്നേഹം, ഹസ്ബൻഡ് പറയുന്ന ഏത് കാര്യവും സമ്മതിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. ഈ ഹസ്ബൻഡ് ഇച്ചിരി പൊങ്ങച്ചം കൂടുതലാണെന്ന് ഈ ഭാര്യയ്ക്ക് തോന്നിയിരുന്നെങ്കിലും വലിയ ഉപദ്രവമൊന്നും ഇല്ലാതെ അങ്ങ് പോകുന്നതുകൊണ്ട് പോട്ടെ, പൊങ്ങച്ചമാണ് പൊങ്ങച്ചം എന്നും കരുതി ഈ ഭാര്യ അങ്ങ് വിട്ടുകൊടുത്തു. സാരമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ആരെയും കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഈ ഭാര്യ അമേരിക്കയുടെ എൻക്ലെക്സ് RN എന്ന പരീക്ഷ പാസ്സായി ജോലി കിട്ടി. അപ്പോൾ എൻക്ലെക്സ് RN പരീക്ഷ പാസ്സായി ജോലി കിട്ടിയിട്ട് അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഹസ്ബൻഡിനെയും പിള്ളേരെയും എല്ലാവരെയും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഭാര്യയ്ക്ക് ഇങ്ങനെ എൻക്ലെക്സ് RN പാസ്സായി പോകാനായിട്ട് വിസയുടെ പേപ്പർ എല്ലാം വന്നു, ടിക് ഫോം എല്ലാം വന്നു കഴിഞ്ഞ ഉടനെ ഹസ്ബൻഡിനെ അടുത്ത് പുള്ളി ജോലി അങ്ങ് രാജിവെച്ചോട്ടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ ഞങ്ങൾ അമേരിക്കയ്ക്ക് പോവാണേ, അയ്യോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജകീയമായിട്ടുള്ള ജീവിതമാണ്, അങ്ങനെ ഇങ്ങനെ അങ്ങ് നല്ല പോലെ അങ്ങ് പൊങ്ങച്ചം. ആ കൂട്ടത്തിൽ ഈ ഭർത്താവ് പറഞ്ഞു എന്താണെന്നറിയോ, ഭർത്താവിന്റെ സിസ്റ്റർ അമേരിക്കയിലുണ്ട്. അപ്പോൾ അവര് ഫയൽ ചെയ്താണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ഫാമിലി എല്ലാം ഭയങ്കര സ്നേഹമുള്ളതും സഹോദരങ്ങൾക്കെല്ലാം ഭയങ്കര സ്നേഹം കെയറിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവര് ഞങ്ങളെ കൊണ്ടുപോവാണ് എന്നും പറഞ്ഞുകൊണ്ടും അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഫാമിലിയുടെ ഇടയിലും എല്ലാവരോടും അയൽവക്കംകാരോടും എല്ലാവരോടും അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇയാൾ എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാരണവശാലും ആരോടും പറഞ്ഞേക്കരുത്, നീ എൻക്ലെക്സ് പാസ്സായിട്ട് അങ്ങനെയാ പോകുന്നത്, പുള്ളിക്കാരന്റെ സിസ്റ്റർ മുഖാന്തരമാണ് നമ്മൾ പോകുന്നതെന്ന് പറയണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഭാര്യയോട് അങ്ങ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ഭാര്യ പകച്ചുപോയി. ഇങ്ങനെ എങ്ങനെയാ നുണ പറയുന്നതെന്ന്. പുള്ളിക്കാരത്തി പഠിച്ച് മിടുക്കിയായിട്ട് പാസ്സായതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. അമേരിക്കയിലെ എൻക്ലെക്സ് RN കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അത് ശരിക്കും വിഷമമുള്ള ഒരു പരീക്ഷയാണ്. അത് ഒറ്റയടിക്ക് പാസ്സാകുന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ല ബുദ്ധിയുള്ള സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ പുള്ളിക്കാരൻ എന്നാ പറ്റിയെന്ന് അറിയാമോ, ഭാര്യയുടെ കെയർ ഓഫിലാണ് അമേരിക്കയ്ക്ക് പോകുന്നെന്ന് പറയാനായിട്ടുള്ള ഒരു മടി. കാരണം പുള്ളിയാണ് എല്ലാത്തിനും പൊങ്ങി നിൽക്കാനായിട്ട്. അപ്പൊ ഇവര് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. അതുകൊണ്ട് ഈ ഹസ്ബൻഡ് വലിയ ചക്രവാക്കെല്ലാം പറഞ്ഞ് അത് പോട്ടെ, കാരണം നമ്മുടെ സിസ്റ്റർ അവിടെ ഉണ്ടല്ലോ, ഇത്രയും നാളായിട്ട് നമ്മളെ കൊണ്ടുപോയില്ല, അപ്പം മറ്റുള്ളവരൊന്നും വിചാരിക്കേണ്ട, അപ്പം സിസ്റ്റർ കൊണ്ടുപോയി അങ്ങ് ഓർത്താൽ മതി എന്നും പറഞ്ഞെല്ലാം പറഞ്ഞ് ഭയങ്കര ചക്കരവാക്ക് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഭാര്യയെ അങ്ങ് കൺവിൻസ് ചെയ്തപ്പോൾ ഈ ഭാര്യ വിചാരിച്ച എന്നാ പോട്ടെ, ഇനിയിപ്പോൾ എന്തോ സംഭവിക്കാനായിട്ട്, ഇപ്പം ഞാൻ മിടിക്കുകയല്ലെന്ന് പറഞ്ഞാലും ഒന്നുമില്ല, മിടിക്കുകയാണെന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല, പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ അതങ്ങ് സമ്മതിച്ചു. ഈ സ്ത്രീ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത വായിലെ ചോദിച്ചു, എന്തിനാണ് നുണ പറയുന്നിടത്ത് കൂട്ടുനിന്നതെന്ന്. ശരിക്കും നുണ പറയല്ലേ, നമ്മളിപ്പം വലിയ മിടുക്കിയാണെന്നൊന്നും പൊട്ടി ഘോഷിക്കണ്ട എന്ന് പറഞ്ഞെന്നാലും പുള്ളിക്കാരത്തി ഭാര്യ പാസ്സായി പോകുമ്പോൾ അതിനൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാതെ ഭാര്യയെ ഒന്നിനും കൊള്ളത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഫാമിലി വേണം പൊങ്ങി നിൽക്കാൻ എന്നും പറഞ്ഞു പറയാം. അത് നുണയല്ലേ. അപ്പോൾ ആ കുട്ടി പറയുകയാണേ, എൻ്റെ ആൻറ്റി കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി, 2 കുട്ടികളും ഉണ്ട്,
ഈ മനുഷ്യൻ ഇങ്ങനെ പൊങ്ങച്ചുള്ളതാണ്. പിന്നെ നമുക്ക് വഴക്ക് പിടിക്കാനൊന്നും പറ്റുകയില്ലല്ലോ. പറഞ്ഞു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. എന്നാ പിന്നെ പോട്ടെന്ന് ഞാനങ്ങ് വിചാരിച്ചതാന്ന് പറയും. ഏത് കാര്യത്തിനും ഭർത്താവിന്റെ വീട്ടുകാരെയും ഭർത്താവിനെയും എല്ലാം ഭയങ്കര പൊക്കി പിടിച്ച് അങ്ങനെ പറഞ്ഞ് ഇത് കേട്ട് ഞാനങ്ങ് മരവിച്ചു പോയി. എന്നാ പിന്നെ ഇതും അങ്ങനെ ആകട്ടെ എന്നങ്ങ് വിചാരിച്ചു. ഈ സ്ത്രീ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഓർത്തങ്ങ് ക്ഷമിച്ചു പോയതാന്ന്. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇവർ അമേരിക്കയിൽ വന്നു. ഭാര്യ നേഴ്സായി, പരീക്ഷ പാസ്സായതുകൊണ്ട് ഉടനെ തന്നെ നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഭർത്താവിനും ചെറിയ ഏതാണ്ട് ജോലി കിട്ടി. പിന്നെ കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും സുഖമായിട്ട് അങ്ങനെ അവരങ്ങ് ജീവിച്ചു. ഫൈനാൻസ് എല്ലാം മാനേജ് ചെയ്യുന്ന എല്ലാം ഹസ്ബൻഡാണ്. വലിയ പ്രശ്നമില്ലാതെ, ഈ പഴയ സ്വഭാവമൊക്കെ ഉണ്ട് എന്ന് പറയുന്നാലും കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് കാലം കഴിഞ്ഞു. രണ്ടുപേരും കൂടി ജോയിന്റ് അക്കൗണ്ടാണ്. അപ്പൊ രണ്ടുപേർക്കും ജോലിയുണ്ട്. അപ്പൊ അവരുടെ ശമ്പളം വരുന്നത് സെയിം ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. ഹസ്ബൻഡാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഈ ഹസ്ബൻഡിന് ഭാര്യയുടെ പകുതി ശമ്പളം പോലും ഇല്ല. എന്നാലും പക്ഷെ ഭാവവും മട്ടും എല്ലാം അയാൾക്കാണ് മുഴുവൻ ശമ്പളം. ഭാര്യ ഒന്നും സമ്പാദിക്കുന്നില്ലെന്ന മട്ടിലാണ് പുള്ളിയുടെ ഭാവവും പെരുമാറ്റവും എല്ലാം. ഇത്രയും സമ്പാദിക്കുന്ന ഈ ഭാര്യയ്ക്ക് ഒരു $100 വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിനോട് എന്തിനാ വേണ്ടിയത്, എന്തിനു വേണം, ഞാനെല്ലാം ചെലവാക്കുന്നില്ലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 100 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ആ ഒരു $100 വേണേൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കയുടെ ഈ ഭാര്യയുടെ വീട്ടുകാരോ കസിൻസോ എന്നതിൽ ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനുമായിട്ട് വഴക്ക് പിടിച്ച് ആണ് ഒരു $10 മേടിച്ച് എന്നതേലും ചെയ്യുന്നത് കേട്ടോ. പിന്നെയും സഹനം അവിടെ. പുള്ളിക്കാരത്തിയുടെ വീട്ടുകാർക്ക് എന്നതേലും ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. നേരെ മറിച്ച് ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കൊക്കെ കൊടുക്കാനായിട്ടാണ്. കാരണം പുള്ളി വലിയ ആള് കളിക്കണം, മനസ്സിലായോ? അതിനുവേണ്ടി ചെയ്യും. എന്നതേലും കഴിവുണ്ടെങ്കിൽ ഭാര്യ ഒരു 10 പൈസ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുപ്പിക്കത്തും ഇല്ല. പിന്നെ പുള്ളിക്കാരത്തി കൊച്ചുങ്ങളില്ലേ, ജീവിതമല്ലേ, വല്ലവരും എന്തോ വിചാരിക്കും. ഭാര്യ നേഴ്സായി ഇച്ചിരി കൂടുതൽ ശമ്പളം ഉള്ളതുകൊണ്ട് അവളിങ്ങനെ കിടന്ന് ചാടുവാണെന്നൊക്കെ വിചാരിക്കുകയല്ലേ എന്നൊക്കെ വെച്ച് മിണ്ടാതെ അങ്ങനെ അങ്ങ് പോവാം. അങ്ങനെ ഇരിക്കെ ഈ ഭാര്യയുടെ ഒരു നീസിന് കല്യാണം വന്നപ്പോഴത്തേന് അത് ഈ ഭാര്യയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നീസാണ്. അന്നേരത്തിന് ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു $1000 വേണം, എന്റെ നീസിന് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, കല്യാണമാണ്, അങ്ങനെയാണ്. ഇയാൾ കിടന്ന് കുറെ ഒച്ച വെച്ചു. അപ്പോഴത്തേന് ഈ ഭാര്യ പറഞ്ഞു, എന്താണേലും ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടുണ്ടല്ലോ പുള്ളിക്കാരത്തി ഒരു ചെക്ക് എഴുതി ബാങ്കിൽ ചെന്ന് ചെക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ബാങ്കുകാർ പറയാണ്, നിന്റെ അക്കൗണ്ടിൽ $1000 ഒന്നും ഇല്ലെന്ന്. കണ്ണു തള്ളി പോത്തില്ലേ? ഒരു മാസം ഏകദേശം $5000 ബാങ്കിൽ വരുന്ന ഒരു വ്യക്തിയാണ്. $1000 എന്നിട്ട് ഇല്ല. ആ വീട്ടിൽ വേറെ കൂടുതലായിട്ട് ചെലവിനൊന്നും നടത്തിയിട്ടില്ല. പഴയ ഒരു ചെക്ക് ലീഫും കൊണ്ടാണ് പോയത്. അപ്പൊ അതിനകത്ത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പേരുള്ള ഒരു ചെക്ക് ലീഫാണ്. അത് പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരത്തി എന്നാണ് നല്ല മിടിക്കുകയാണ്. ഹസ്ബൻഡ് ഇങ്ങനെ അടിച്ചമർത്തി ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ചോദിച്ചു, ഹസ്ബൻഡിന് വേറെ എവിടെ അക്കൗണ്ട് ഉണ്ടോ എന്നെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം ഈ ചെക്ക് ലീഫ് രണ്ടുപേരുടെയും പേരുള്ളതുകൊണ്ട് അവര് ചെക്ക് ചെയ്തപ്പം പറഞ്ഞു വേറെ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. തന്നെ ഒരു അക്കൗണ്ട് ഉണ്ട്, പക്ഷെ അവര് ഡീറ്റെയിൽസ് ഒന്നും പറയല്ലേ, വല്ല എത്ര $, അതിനകത്ത് കിടപ്പുണ്ടെന്നും പറയല്ലേ, വേറൊന്നുമില്ല. ഇങ്ങനെ ഇവരെ അറിയാവുന്ന ഒരു ബാങ്ക് ആയതുകൊണ്ട് അത്രയും പറഞ്ഞു ഉണ്ടെന്ന് പറയും. സംഭവം എന്നാന്നറിയാമോ? ഈ മനുഷ്യൻ എന്നടുത്തെന്നറിയാമോ, ഒരു 5-6 വർഷമായിട്ട് ഇയാൾ വേറൊരു അക്കൗണ്ട് തുടങ്ങി. കാരണം ഈ പൈസ മുഴുവനും പുള്ളിക്കാരന്റെ കെയർ ഓഫിൽ ഒന്ന് ആക്കണം. അതിനുവേണ്ടി വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ മാസം ഇവരുടെ ശമ്പളം കിട്ടുമ്പോഴേ ഓട്ടോമാറ്റിക് ഇയാളുടെ അക്കൗണ്ടിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? കാരണം ഇത് ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളെല്ലാം നടത്തുമ്പോൾ ഫൈനാൻസ് എല്ലാം മാനേജ് ചെയ്യുമ്പോൾ ഈ ഭാര്യ പോയി കിഴിച്ചൊന്നും നോക്കാനില്ല. പുള്ളിക്ക് മിനിമം ആയിട്ടുള്ള ചെലവുകളേ ഉള്ളൂ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നേലും പൈസ വേണമെന്ന് പറയും നിനക്ക് ഞാൻ എല്ലാ ചെലവുകളും ചെയ്യുന്നില്ല, നിനക്ക് എന്നാ കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ട്, പിന്നെ എന്തിനാ നിനക്കിപ്പം പൈസ എന്നും പറഞ്ഞിട്ട് ഒരുപാട് വഴക്കുടിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഭാര്യ ഓവറായിട്ട് ആ ഹസ്ബൻഡിനെ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോയതുകൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഇത് അമേരിക്കയിൽ നടന്നതാണ്. ഈ 21ാം സെഞ്ചുറിയിൽ അടുത്തിടെ 1 വർഷത്തിനകം നടന്ന ഒരു കാര്യമാണിത്. ആ കുട്ടി എന്നോട് പറഞ്ഞു ഈ കഥയൊന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറെ നാളായി, ഒരു 4-5 മാസമായി. ഞാൻ എന്റെ മനസ്സ് തന്നെ ഒന്ന് പാകപ്പെടുത്തിയിട്ട് വേണം ഇതൊന്ന് പറയാനായിട്ട് കേട്ടോ. സത്യമായിട്ട് പറയുക, ഇങ്ങനെയൊക്കെ നമുക്ക് ഊഹിക്കാനേ പറ്റുകയില്ല. ഈ സ്ത്രീ എന്നതിനും ചോദിച്ചു കഴിഞ്ഞെന്നാൽ പറയും, ആണുങ്ങൾ വേണം കുടുംബം നടത്താനായിട്ട്, ഞാൻ എല്ലാം നടത്തുന്നില്ലേ, എന്തെങ്കിലും ഒരു കുറവ് നിനക്കും മക്കൾക്കും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വഴക്ക് പിടിക്കും. എനിവേ ഇത്ര ആയപ്പോഴത്തേന് ഏതാണേലും ആ സ്ത്രീക്ക് ബുദ്ധി ഉദിച്ചു. ഇങ്ങനെ പോയെന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരൊരു പെൻഷൻ ആകാനായിട്ട് അധികം നാളുകളില്ല, അധികം വർഷങ്ങളില്ല ഇനിയും കേട്ടോ. 3-4 വർഷം കൂടെ ഉള്ളൂ പെൻഷൻ ആകാനായിട്ട്. അപ്പോഴത്തേന് പെൻഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പം ഈ സ്ത്രീയുടെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും മിച്ചമില്ലെന്ന് വന്നാലത്തെ സ്ഥിതി ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിലെ ഭൂരിഭാഗവും ഭാര്യ തന്നെ ഉണ്ടായിട്ട് ഒറ്റ പൈസ ഇല്ല. എനിവേ അവർക്ക് പിന്നെ ബുദ്ധി ഉദിച്ചു. അവർ വേറെ അക്കൗണ്ട് തുടങ്ങി.
പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് മെൻ്റൽ പ്രശ്നമായിപ്പോയി. സൈക്കോതെറപ്പിയും കൗൺസിലിങ്ങും ഒക്കെ ചെയ്ത് അവരിപ്പോൾ നോർമലായി എന്ന് പറഞ്ഞെന്നാലും അതിൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞറിയിക്കാൻ മേല. എങ്കിലും ആ സ്ത്രീ ഒന്ന് ഓർത്ത് നോക്കിയാണ്, അവർ ഇയാളെ ഡിവോഴ്സ് ചെയ്യാനൊന്നും പോയൊന്നുമില്ല. അതാണ് നമ്മുടെ ഒക്കെ നാട്ടിലുള്ള നമ്മുടെ ആൾക്കാരുടെ ഒരു കുഴപ്പം. ഇതാണ് ഇപ്പോൾ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, എല്ലാ അടിമത്തത്തിനും അങ്ങനെ അങ്ങ് നിൽക്കും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുത് എന്ന് ആളുകളെ എങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലർ ഭയങ്കര പൊട്ടികളായിട്ട് ഹസ്ബൻഡ്മാരെ അല്ലെങ്കിൽ ഭാര്യമാരെ അതുപോലെ വിശ്വസിച്ച് അങ്ങ് ഇരിക്കുന്നവരുണ്ട്. ചിലപ്പം ഭാര്യയും ആകാം ഇതുപോലത്തെ, കേട്ടോ. ഇതുപോലത്തെ എത്ര സംഭവങ്ങളാണെന്നോ ദിവസവും നടക്കുന്നത്. അപ്പൊ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ആ ഭർത്താവ് ഭാര്യയോട് പറയുവാണ്, പുള്ളിക്കാരൻ്റെ സിസ്റ്റർ മുഖാന്തരമാണ് അമേരിക്കയ്ക്ക് പോകുന്നത്, നിന്റെ പഠിത്തം കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞ് ആ മൊമെന്റിൽ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ഞാൻ നുണ പറയത്തില്ല. എന്തിനാ നുണ പറയുന്നത്? എനിക്ക് വലിയ ആളൊന്നും ആകണ്ട, ഞാൻ വലിയ മിടുക്കിയാണെന്നൊന്നും പറയണ്ട. പക്ഷേ ഞങ്ങൾ പോകുന്നത് ആരെയും കുറച്ച് കാട്ടാനായിട്ടല്ല. സിസ്റ്റർ കൊണ്ടുപോകാൻ പറ്റിയില്ല, അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കാം, പോട്ടെ. പക്ഷെ ഭാര്യ പരീക്ഷ പാസ്സായി കൂടെ കൊണ്ടുപോകുമ്പോൾ അതിനെ കണിശമായിട്ട് ഒപ്പോസ് ചെയ്യേണ്ടതായിരുന്നു. നുണ പറയാനായിട്ട് ആരും കൂട്ടു നിൽക്കരുത്, കേട്ടോ. നുണയുടെ കാര്യത്തിന് ആരും കൂട്ടു നിൽക്കരുത്. അത് അന്നേരം തന്നെ അവിടെ നിർത്തണം. കാരണം നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യം തന്നെ നിർത്തിയെന്നാലേ ശരിയാകത്തുള്ളൂ, കേട്ടോ. വരുമ്പോഴേത്തിനുണ്ടല്ലോ നമ്മളങ്ങോട്ട് ബെയർ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു പോയിന്റ് വന്നു കഴിയുമ്പം ബേസ്റ്റ് ആവും. അതിൻ്റെ ആഘാതം ഭയങ്കരമായിരിക്കും. കാരണം നമുക്ക് ഒക്കെ കുറേ നാളെ മൂടിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ, സഹിക്കാനും പറ്റത്തുള്ളൂ, കേട്ടോ. വൺസ് അത് ബേസ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾക്ക് ക്ഷമയും കരുണയും ദയവും എല്ലാം വേണം. പക്ഷെ അതും കൊണ്ട് നമ്മളെ മുതലെടുപ്പിക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുത്. നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബൗണ്ടറി ഇടാനായിട്ട് നോക്കണം. ഇന്നത് ചെയ്യാൻ പാടില്ല, ഞാൻ സത്യമേ പറയത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങളുടെ വീട്ടുകാരും കുടുംബക്കാരും നല്ലവരാണെങ്കിൽ നല്ലതായിട്ട് പറഞ്ഞോ, ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ പറയണമെന്ന് പറയണമായിരുന്നു. നാർസിസ്റ്റുകളുടെ ജീവിക്കുമ്പോൾ ശരിക്കും അതിർവരമ്പ് അല്ലെങ്കിൽ ബൗണ്ടറി ലൈൻ കണിശമായിട്ട് ഉണ്ടാക്കണം. അത് അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. പിന്നെ കൂടുതലായിട്ട് ഇങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ ആണെന്ന് പറഞ്ഞാൽ സൈക്കോതെറപ്പിയോ കൗൺസിലിങ്ങിനോ ഒക്കെ പോകണം. വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം. അതിന് ഒരു കുറച്ചിലായിട്ടൊന്നും കരുതരുത്. കാരണം ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത്, അല്ല മൂടി വെക്കുകയല്ല വേണ്ടിയത്. കാരണം നിങ്ങളുടെ ജീവിതം ആരുടെയും അടിമയായി ജീവിക്കാനുള്ളതല്ല. നമുക്കെല്ലാം സ്വതന്ത്രരായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. പേരൻസ് പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ചങ്ങ് വിടും. എന്നിട്ട് ചില പെൺമക്കളൊക്കെ വന്ന് പറയും, എൻ്റെ വീട്ടിൽ എനിക്ക് തൊന്തരവാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നു, എൻ്റെ അമ്മായിയമ്മ അങ്ങനെയാണ്, എനിക്ക് ജീവിക്കാൻ മേലെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും എന്താണ് ചെയ്യുന്നത്? നിന്റെ സ്വഭാവം കൊണ്ടാണ്, നീ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല, നിനക്കെല്ലാത്തിനും ഒരു എടുത്തിയാട്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ ശകാരിക്കും. മോസ്റ്റ്ലി ദയവ് ചെയ്ത് ആരെങ്കിലും നിങ്ങളുടെ പെൺമക്കൾ അങ്ങനെ വന്ന് കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് അതെന്താണെന്നൊന്ന് വിശകലനം ചെയ്യണം. ഇന്നത്തെ കാലത്ത് എന്തുമാത്രം പേരാണ് ആത്മഹത്യ ചെയ്തതെന്ന് അറിയാമോ? എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തതെന്ന് അറിയാമോ? ഇതൊക്കെ നമ്മളെ ഒരു ഒട്ട് സീരിയസ്നെസ് എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര തൻ്റെടികളായിട്ട് ഭർത്താവിനെ അനുസരിക്കാതെ ഭർത്താവ് എന്നതേലും പറഞ്ഞാൽ ഉടനെ അതിന് ചാടിക്കടിച്ചോണ്ട് ചെല്ലണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, കേട്ടോ. പാറ്റേൺ എന്താന്ന് നോക്കണം. ചുമ്മാതെ ഒരു കാര്യമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എങ്കിലും നുണ പറയുന്നതിനായിട്ട് ഒരിക്കലും സമ്മതിച്ചു കൊടുത്തേക്കരുത്. കണിശമായിട്ടും ഭാര്യയും ഭർത്താവും വിട്ടുവീഴ്ചകളെല്ലാം വേണം. പിന്നെ ഒരു കാരണവശാലും രണ്ടു പേരും ചീറ്റ് ചെയ്യാൻ പാടില്ല. ചീറ്റ് ചെയ്തോ കണിശമായിട്ട് കണ്ടുപിടിക്കപ്പെടും. അന്ന് ആ ജീവിതം തീർന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും വളരെ ആവശ്യമുള്ളതാണ്. പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ഉള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ അക്കൗണ്ടിൽ നിന്ന് എങ്ങോട്ടാണ് പൈസ പോകുന്നത്, വേറെ എക്സ്ട്രാ പൈസ എങ്ങോട്ടേലും പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തോണം, കേട്ടോ. ജോയിന്റ് അക്കൗണ്ടിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തോണം. ആരുടെ മനസ്സാണ് ഏത് സമയത്താണ് മാറുന്നതെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് മെന്റൽ ആഘാതമായിരിക്കാം. അപ്പോഴൊക്കെ ഒരു കൗൺസിലിങ്ങോ സൈക്കോതെറപ്പിയോ ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കണം. എന്നിട്ട് കഴിയുമെങ്കിൽ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ പോലും തെറ്റ് പറയത്തില്ല. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബൈ.